ഹേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ജു ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊന്ന് ഫേസ് കാർബൺ ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അവിടെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് എഗെയിൻ ചെയ്യുന്നത്. ഒരു 3 സെക്ഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ എനിക്ക് നല്ല മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് എന്തായാലും നമുക്കൊന്ന് പോയി ചെയ്യാം. അപ്പോൾ ഇന്ന് സെക്കൻഡ് അപ്പോയിൻമെൻ്റ് ആണ്. 3 o'clock പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. സോ അതാണ് ഭയങ്കര ടയേർഡായിട്ടുള്ള ഒരു ഫീല്. അത് മാത്രമല്ല എൻ്റെ കൈ ഇന്നലെ നൈസായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഈ ഒരു അവസ്ഥയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ എനിക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റണില്ല. നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യും. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളെങ്കിലും പക്ഷേ അങ്ങോട്ട് എത്തണമെങ്കിൽ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് സമയം കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ ഡോക്ടർ വെയിറ്റിംഗ് ആയിരുന്നു. സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊസീജിയറിന് കയറാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് അവർ എനിക്ക് MNRF സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ എന്തായാലും നെക്സ്റ്റ് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഓൾറെഡി പ്രോബ്ലംസ് ഒക്കെ വന്നത് കുറച്ച് ട്രീറ്റ്മെൻറ്റിലൂടെയാണ്. സോ ഫേസ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി ഇറിറ്റേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പോഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പ്രൊസീജിയർ പറഞ്ഞത്. പിന്നെ നമുക്ക് സെബം പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ 2 hours ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഫേസൊക്കെ ലാസ്റ്റ് മാസ്ക് ഇട്ട് കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. സോ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ബ്ലാക്ക് ഹെഡ്സും കോംബിഡൗൺസൊക്കെ നന്നായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കോംബിഡൗൺസൊക്കെ കളഞ്ഞത് കൊണ്ടിട്ട് ഫേസ് കുറച്ച് സ്വെല്ല് ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അത് 1 day ഉണ്ടാവും എന്തായാലും. അതിൻ്റെ കൂടെ കുറച്ച് ക്രീംസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സമയം ഉണ്ടെങ്കിൽ കയറണം. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയാണ് T ജംഗ്ഷൻ. സോ അവിടെ കയറി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഫേസ് കുറച്ച് ബെറ്ററായിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് എഗെയിൻ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. സോ എനിക്ക് നേരത്തെ സ്കിൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ T ജംഗ്ഷനിൽ കയറി. ഞാൻ 2 കായ ബജിയാണ് കേട്ടോ പറഞ്ഞത്. കൂടെ ഒരു ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഹേ ഗായ്സ്, അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോൾ 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കിടന്നാൽ മതി. അത്ര ടയേർഡാണ്. പിന്നെ ഫേസിലാണെങ്കിലും അത്യാവശ്യം പെയിൻ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ നെയിറ്റിലൊക്കെ വെച്ചിട്ട് നമ്മുടെ കോംബിഡൗൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫേസിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിലൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ ബൈ.